മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം വാർദ്ധക്യകാല പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറയാമെന്നാണ് അച്ഛൻ വിചാരിക്കുക. വാർദ്ധക്യം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇത് വളർച്ചയും തളർച്ചയുടെയും ഒരവസ്ഥയാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. നമ്മൾ നേടിയിട്ടുള്ളവ വളർച്ചയുടെ ഒരു ഭാഗമാണ്, നഷ്ടപ്പെട്ടു പോകുന്നവ തളർച്ചയുടെ ഒരു ഭാഗമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാർദ്ധക്യത്തെ പൊതുവെ താഴെ പറയുന്ന രീതിയിൽ വിഭജിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് 60 മുതൽ 70 വരെയുള്ള പ്രായത്തെ യങ് ഓൾഡ് ഏജ് എന്ന് പറയും. 70 മുതൽ 80 വരെയുള്ള പ്രായത്തെ മിഡിൽ ഓൾഡ് ഏജ് എന്ന് പറയാറുണ്ട്. 80 മുതൽ മുകളിലേക്ക് ഓൾഡ് ഏജ് എന്നും പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തെ ഒന്ന് തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ ഞാൻ സൂചിപ്പിച്ചതാണ്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ എറിക്സൺ പറയുന്നത് ഇൻ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ ഇൻ ഓൾഡ് ഏജ് എന്നാണ്. ഒരു വശത്ത് സംതൃപ്തിയുടെ വലിയ അനുഭവങ്ങൾ, മറുവശത്ത് അതൃപ്തിയും ഉണ്ടാകാം. സംതൃപ്തിയും അതൃപ്തിയും സമ്മേളിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വാർദ്ധക്യം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നേടിയവ ഓർത്ത് സംതൃപ്തിപ്പെടുന്ന അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ പറയും, ഞാൻ അവിടെ ആയിരുന്നപ്പോൾ, ഇവിടെ ആയിരുന്നപ്പോൾ, ഞാൻ എന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഇങ്ങനെയൊക്കെ അവർ പറയും. അത് സംതൃപ്തിയുടെ അനുഭവങ്ങളാണ്. അതൃപ്തിയുടെ നിമിഷങ്ങളുമുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും കടന്നു വരുന്ന ഒരവസരമാണ് ഈ വാർദ്ധക്യം എന്ന് മനസ്സിലാക്കിയിരിക്കുക. സുഭാഷിതം 16:31 പറയുകയാണ്, നരച്ച മുടി മഹത്വത്തിൻ്റെ കിരീടമാണ്, സുഹൃതപൂർണമായ ജീവിതം കൊണ്ടാണ് അത് കൈവരുന്നത് എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇന്ന് വാർദ്ധക്യത്തെ പൊതുവെ ആളുകൾ ഭയപ്പെടുകയാണ്. കഴിയുന്നിടത്തോളം അത് അറിയാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ പലരും സ്വീകരിക്കാറുണ്ട്. എന്നാൽ ബൈബിളിൽ അധിഷ്ഠിതമായിട്ട് പറയുമ്പോൾ അത് മഹത്വത്തിൻ്റെ കിരീടമാണ് എന്ന് തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ നഷ്ടബോധമുണ്ടാകുന്നൊരവസരമാണിത്. അപ്പോൾ എന്താണ് ഇവിടെ പരിഹാരം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നഷ്ടബോധം എന്ന് ഞാൻ ഉദ്ദേശിക്കുക ആശയവിനിമയമൊക്കെ ഇച്ചിരി കുറയുന്നു എന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഇച്ചിരി കേൾവിക്കുറവൊക്കെ വരും. എന്നാ പറഞ്ഞേ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ നമ്മളെ അവഗണിക്കുന്ന ഒരവസ്ഥാവിശേഷമൊക്കെ ഉണ്ടാകും. അപ്പം നമ്മുടെ തന്നെ കേൾവിക്കുറവുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ പങ്ക് കുറഞ്ഞു പോകുന്നു, എനിക്കിപ്പോൾ സമൂഹത്തിൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല, അത് ഒരു നഷ്ടബോധം വരുത്തുന്നതാണ്. പങ്കുവയ്ക്കാൻ നമുക്ക് ആളുകളില്ല. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ നമ്മൾ സ്വീകരിക്കുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. ശാരീരിക അവസ്ഥ, രോഗങ്ങളായി, ഷുഗറായി, അല്ല പ്രഷറായി, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ കടന്നു വരുന്നു. അത് നമുക്ക് പഴയതുപോലെയുള്ള ഒരു ഓടിച്ചാടി നടക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥാവിശേഷമൊക്കെ വരുന്നു. പ്രവൃത്തി മണ്ഡലങ്ങൾ കുറയുന്നു. സ്ഥാനങ്ങളൊക്കെ വഹിക്കാൻ ചെറുപ്പക്കാർ കടന്നു വരട്ടെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങൾ കുറയുന്ന ഒരു അനുഭവങ്ങളുണ്ട്. ഇത് നമ്മൾ പരിഹരിച്ചെടുക്കേണ്ടതാണ്. എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചാൽ, ആശയവിനിമയം തീർച്ചയായിട്ടും നമുക്ക് നടത്താം. നമ്മുടെ ഒരു കുറവായിട്ട് പരിഗണിക്കേണ്ടതില്ല. ആദ്യമായിട്ട് എനിക്ക് പ്രായമായി എന്ന തോന്നലുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് തളർന്നിരിക്കാതെ ആക്റ്റീവായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. റിട്ടയർ ചെയ്ത ആളുകൾക്ക് ധാരാളം ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് അവസരമുണ്ട്, സഭയിൽ ധാരാളം അവസരമുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തുക ആവശ്യമാണ്. പിന്നെ പ്രവൃത്തി മണ്ഡലങ്ങൾ, നമുക്ക് കഴിയുന്ന ചില മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. ആ മണ്ഡലങ്ങൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ സാധിക്കാത്തതായിരിക്കാം. അപ്പോൾ ആ മണ്ഡലങ്ങളൊക്കെ പ്രവർത്തിക്കുവാൻ സാധിക്കും. അതൊക്കെ ഏറ്റെടുക്കണം എന്ന് ഞാൻ പറയുകയാണ്. മറ്റൊന്ന്, ഭാവിയെക്കുറിച്ചുള്ള പ്ലാൻസ് ഈ അവസരത്തിൽ ഉപേക്ഷിക്കുന്നു. ഇനി എത്ര നാളാണ്, നമുക്കറിയാമല്ലേ,
ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥാവിശേഷം വരികയാണ്. ഇനിയിപ്പോൾ വലിയ പ്ലാനിങ് ഒന്നും വലിയൊരു കാര്യമില്ല, ആർക്കറിയാൻ നാളെ ഉണ്ടോ ഇല്ലയോ എന്ന്. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഈ സമയത്ത് കടന്നു വരും. അവിടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം എത്ര നാൾ വഴി നടത്തുമോ അത്രയും നാൾ ഭംഗിയായിട്ട് ഞാൻ ചെയ്യുമെന്നുള്ള ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹൃതമാവുകയാണ്. വാർദ്ധക്യത്തെ ദൈവത്തിൻ്റെ കൃപയായി കാണാനും അതിനെ അനുഗ്രഹമായിട്ട് സ്വീകരിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ കത്താരുടേതാണ്? ആദ്യത്തെ കത്ത് കട്ടപ്പനയിൽ നിന്നും ലീലാമ്മയുടെ കത്താണ്. ലീലാമ്മയുടേതാണ്. എനിക്ക് 55 വയസ്സുണ്ട്. 3 മക്കളാണ്. മൂത്തവൻ വിവാഹം കഴിച്ചു. കയറി വന്ന മരുമകൾക്ക് യാത്ര, സിനിമ ഒക്കെ വലിയ ഇഷ്ടമാണ്. ജോലി ചെയ്യുവാൻ ഇഷ്ടമില്ല. എപ്പോഴും വീട്ടിൽ വഴക്കുണ്ടാകാറുണ്ട്. ഞാൻ സ്നേഹിക്കുന്നില്ല എന്നാണ് പ്രധാന പരാതി. എനിക്ക് ഒരു തുണയാകേണ്ടവൾ എനിക്ക് എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നു. ഇതിനെല്ലാം അവളുടെ അമ്മ കൂട്ടുനിൽക്കുന്നു. എന്നും ഫോണിൽ സംസാരിക്കും. എങ്ങനെ പോരെടുക്കണം എന്ന് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മടുത്തു. അമ്മമാർ തങ്ങളുടെ പെൺകുട്ടികൾക്ക് അതേപ്പറ്റി പറഞ്ഞു കൊടുക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അച്ഛൻ ഷാലോം TV-യിലൂടെ ഈ വിഷയങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാ അമ്മമാർക്കും നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും ലീലാമ്മയെ ഞാൻ മനസ്സിലാക്കുന്നു. ശരിയാണ്, പല കുടുംബങ്ങളിലും ഇതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. അവൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ അമ്മ സ്നേഹിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. പ്രതീക്ഷ വളരെ കൂടുതലായിരിക്കും. അമ്മ അതുപോലെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഏതായാലും മക്കളെ കെട്ടിച്ചയച്ചാൽ പിന്നെ അവരുടെ വീട് ഭർതൃഗൃഹമായിട്ട് മാറണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സഭയുടെ വീക്ഷണവുമാണ് കേട്ടോ. അവരെ സ്വന്തം വീട്ടിലേക്ക് അധികം എൻ്റർടൈൻ ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ മാതാപിതാക്കളോടുമാണ് ഞാൻ പറയുന്നത്. കെട്ടിച്ചു വിട്ടാൽ അവരുടെ വീട് ഭർതൃഗൃഹമാണ്. അത് വെറും ഒരു ആദർശമായിട്ട് നിന്നാൽ പോരാ. കുറച്ചൊക്കെ വിഷമങ്ങൾ, എവിടെയാണ് വിഷമമില്ലാത്ത കുറച്ചൊക്കെ സഹനങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും അവളുടെ ഭർതൃഗൃഹത്തിൽ നിൽക്കാൻ അവളെ പ്രേരിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മക്കൾ വിളിച്ചാലും നിൻ്റെ വീട് അതാണെന്ന് ബോധ്യം കൊടുക്കണം. നേരത്തെ തന്നെ അമ്മച്ചിമാർ പറഞ്ഞു കൊടുക്കണം. എന്നല്ലെങ്കിൽ അങ്ങനെ വിളിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുക. ഇവിടുത്തെ അമ്മച്ചി എന്നെ നോക്കി ചിരിച്ചില്ല, അല്ല എന്നോട് സ്നേഹം കാണിച്ചു പറയുമ്പോഴത്തേക്ക് സാരമില്ല മോൾ ഇച്ചിലൂടെ അങ്ങോട്ട് സ്നേഹം കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് അവളെ പ്രേരിപ്പിക്കുക ആവശ്യമാണ് എന്ന് പ്രത്യേകം പറയുകയാണ്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ മക്കൾ അധികമില്ലാത്തതുകൊണ്ട് വീടിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇന്ന് പ്രത്യേക ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആകപ്പാടെ 1-2 ഉള്ള അതിനെ ഇങ്ങനെ വളരെ ആളിച്ച് വളർത്തും. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് മനസ്സിലാക്കി സ്വന്തം അമ്മച്ചിമാർ മക്കളെ പരിശീലിപ്പിക്കണം. അവർക്ക് നേരത്തെ തന്നെ അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണം. തോബിത്ത് 10:12 തീർച്ചയായിട്ടും ഓരോ നവവധുവും സ്വീകരിക്കേണ്ട ഒരു ചിന്തയാണ്. അവിടെ പറയുന്നത് അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ എന്ന കാര്യം മറക്കരുത് എന്നാണ്. നിന്നെ വിവാഹം കഴിപ്പിച്ചുവെങ്കിൽ അവിടെ ഉള്ള അച്ഛനും അമ്മച്ചിയാണ് നിൻ്റെ മാതാപിതാക്കൾ, ആ വീട് നിൻ്റെ വീടാണ് എന്നുള്ളൊരു ബോധ്യം അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഭർതൃഗൃഹത്തിനോട് ഒന്നു ചേരുവാനായിട്ട് സാധിക്കുക. എല്ലാ പ്രശ്നങ്ങളും സ്വന്തം വീട് പോലെ കണ്ടുകൊണ്ട് പരിഹരിച്ചെടുക്കണം. എൻ്റെ വീട് ഇതാണ്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ തന്നെ പരിഹരിക്കാൻ പറ്റും എന്നൊരു ബോധ്യം ഉണ്ടാവണം. അതിനായിട്ട് അവരെ ഒരുക്കണം. സങ്കീർത്തനം 45:10 എല്ലാവർക്കും സുപരിചിതമാണ്. നിൻ്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയണം എന്ന് പറഞ്ഞാൽ എൻ്റെ ആശയം മനസ്സിലാക്കുക. ഞാൻ ഭർതൃഗ്രഹത്തിലേക്ക് കൂടുതൽ ആഴമായിട്ട് കടന്നു ചെല്ലണം എന്നാണ് അതിൻ്റെ അർത്ഥം. മക്കൾ എന്നും വിളിക്കുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. എന്നും അങ്ങനെ വിളിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ എന്തിനാ മോളെ അങ്ങനെ എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. ലീലാമ്മയോട് എനിക്ക് പറയാനുള്ളത്, ലീലാമ്മ സ്നേഹത്താൽ മകളെ നേടണം എന്നാണ്. അവൾക്കായിട്ട് പ്രാർത്ഥിക്കണം. എനിക്ക് ദൈവം തന്ന മകളല്ലേ ഈ മരുമകൾ, അപ്പോൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടാതെ സ്നേഹം കൊടുത്ത് മകളെ സ്വന്തം മകളായി കണ്ട് ക്ഷമിച്ച് സ്നേഹിക്കണം. അവിടെ ഭാഗത്ത് കുറവ് കാണും. നമ്മുടെ പിള്ളേരാണ് നമ്മൾ പോട്ടെ കൊച്ചല്ലേ എന്നൊക്കെ പറയുന്ന പോലെ ക്ഷമിച്ച് സ്നേഹിക്കുക. അവളുടെ സ്നേഹം അങ്ങനെ പിടിച്ചു പറ്റണം. നമ്മൾ പ്രാർത്ഥിക്കാം. എന്താണ് നിമ്മിക്ക് ഇതേപ്പറ്റി പറയാനുള്ളത്?
പറയാനുള്ളത് ലീലാമ്മ അമ്മച്ചി സ്വാഭാവികമായിട്ട് അമ്മമാർക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ്. മോളൊന്നും ചെയ്യാതെ വരുമ്പോഴത്തേക്ക് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പം മോള് ആദ്യമായിട്ട് വന്ന് കയറിയ വീടല്ലേ, അപ്പോൾ അവൾക്കും ഒരു വേറൊരു പുതിയ ഗ്രഹത്തിലേക്ക് വരുമ്പം അവൾക്കൊരു അപരിചിതത്വമൊക്കെ ആയിട്ട് തോന്നും. അപ്പം സ്വന്തം വീട് പോലെ കരുതി, അച്ഛൻ പറഞ്ഞതുപോലെ സങ്കീർത്തനം 45 പറയുന്നത് പോലെ നിൻ്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും മറന്ന് കളയുക എന്ന് അന്ന് തന്നെ വിവാഹം ചെയ്യുന്ന ദിവസത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മിക്കുക. അതുപോലെ തന്നെ എല്ലാവരെയും അങ്ങ് മറന്നു കളയാനല്ല, എപ്പോഴും വീട്ടിലേക്ക് വിളിച്ച് അവരോട് ചോദിക്കുമ്പോൾ അമ്മച്ചി പറയുന്നത് അമ്മ ഉപദേശിക്കാറുണ്ടെന്ന്. അതൊന്നും ഒരു പക്ഷേ ആയിരിക്കത്തില്ല. അമ്മയുടെ ഒരു സംശയം, ഇവളൊന്നും ചെയ്യാതെ വരുന്നത് കൊണ്ട് നീ ഒന്നും ചെയ്യണ്ട എന്നുള്ള ഒരു ആഹ്വാനം ഉണ്ടെന്നുള്ളതായിരിക്കും തോന്നുന്നത്. അപ്പോൾ ലീലാമ്മ അമ്മച്ചി ഈ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ കുടുംബമെന്ന് പറയുന്നത് വ്യക്തിബന്ധങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണല്ലോ. അപ്പം അവർ സ്വന്തം മകളെ പോലെ അവളെയും സ്നേഹിക്കുക. അമ്മയെ ഈ മകളും സ്വന്തം അമ്മയെ പോലെ കരുതി സ്നേഹിക്കുക. അപ്പം സ്വന്തം അമ്മയ്ക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകില്ലെങ്കിൽ ആ വീട്ടിൽ എന്തെങ്കിലും അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞതുപോലെ ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ കുടുംബങ്ങളിലെല്ലാം 1-2 മക്കളൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ ലാളിച്ച് വളർത്തി ഒന്നും ചെയ്യാതെയൊക്കെ വളർന്നു വന്ന പെൺകുഞ്ഞായിരിക്കാം. എങ്ങനെയാണേലും അന്യഗ്രഹത്തിൽ വരുമ്പോൾ അവിടുത്തെ അമ്മച്ചിയുമായിട്ട് സഹകരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്നതാണ് കുടുംബബന്ധം നിലനിൽക്കാൻ ഉള്ള. അപ്പം പിന്നെ പരസ്പരം ക്ഷമിച്ച് സ്നേഹിച്ചു മുന്നോട്ട് പോവുക, കുടുംബ പ്രാർത്ഥനയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അമ്മച്ചി ഈ മകളെ സമർപ്പിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ക്ഷമിച്ച് സ്നേഹിക്കുക, അതോടൊപ്പം തന്നെ കുടുംബ പ്രാർത്ഥനയിലൂടെ കൂടുതൽ ശക്തി അതിനെ ആർജിച്ചെടുക്കണം എന്നുള്ളതാണ്. മകളോട് മറ്റേ അമ്മ അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ടെന്ന് കരുതണ്ട, അത് ഒരു സംശയം മാത്രമായിരിക്കും എന്നുള്ളതാണ് നിമ്മയുടെ അഭിപ്രായം. ടോമിച്ചൻ എന്ത് പറയുന്നു? എനിക്കിതേപ്പറ്റി പറയാനുള്ളത് വെച്ചാൽ ഇന്നത്തെ ഒരു പൊതു വിഷയമായത്. അച്ഛൻ മുമ്പേ പറഞ്ഞതുപോലെ 1-2 മക്കളേ ഉള്ളൂ. ഇതുങ്ങളെ ലാളിച്ച് വളർത്തും, അടുക്കളയിലൊന്നും ചെയ്യാൻ പരിശീലിപ്പിക്കത്തുമില്ല. കയറി വന്നിടത്ത് ഇവക്ക് എന്തെങ്കിലും ചെയ്യാൻ അറിയാമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. സ്വന്തം വീട്ടിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത് ഇന്നത്തെ ഒരു വലിയ വിഷയമാണ്. പല കുടുംബങ്ങളിലും കല്യാണം കഴിഞ്ഞ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള പിള്ളേർ സ്കൂളിൽ പോയി കോളേജിൽ പോയി അല്ലെങ്കിൽ നഴ്സിങ്ങിന് പോയി ഇതെല്ലാം കഴിഞ്ഞ് ജോലി കിട്ടി അവർ ആ വഴിക്കും കൊണ്ട് പോയി. ഒരു വക അടുക്കള ചെയ്യാൻ അറിയത്തില്ല. വിദേശങ്ങളിലൊക്കെ ഞാൻ കുറച്ച് നാളുകൊണ്ട് പുറത്തുണ്ടായിരുന്നതുകൊണ്ടും പലരുടെയും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ടും ഇതിൻ്റെ പേരിൽ ഒത്തിരി അസ്വസ്ഥത ഉണ്ടാകുന്ന ദാമ്പത്യ ജീവിതങ്ങളുണ്ട്. 2 പേരും ജോലിക്കാരാണ്. വൈകിട്ട് വന്നിട്ട് എല്ലാ ദിവസവും ഹോട്ടലിൽ പോകേണ്ട ഒരു ഗതികേടാണ്. ഇവനെ അതിൻ്റെ പേരിൽ ഇവക്ക് യാതൊന്നും അറിയത്തില്ല. കാരണം ഇവൾ നഴ്സിങ്ങും കഴിഞ്ഞു, അവിടെ തന്നെ ജോലി കിട്ടി. ഇത് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവൾ കയറിപ്പോയി. ഈ വന്ന കാലത്തോ നിന്ന കാലത്തോ ഒന്നും അവളെ ഒന്നും പഠിപ്പിച്ചില്ല, അവൾക്കൊന്നും അറിയത്തുമില്ല. അതിൻ്റെ പേരിൽ അലങ്കോലപ്പെടുന്ന കുടുംബങ്ങൾ ധാരാളമാണ്. അതുകൊണ്ട് എല്ലാ തള്ളമാരോടുമായിട്ട് എനിക്ക് പറയാനുള്ള, അമ്മമാർ പെൺകുട്ടികളെ വിദ്യാഭ്യാസമൊക്കെ വേണം, നല്ലതാണ്. പക്ഷേ കുടുംബജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള പ്രായോഗികത പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതൊരു പൊതുവായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ ഈ വിഷയത്തിനകത്ത് തീർച്ചയായിട്ടും ഈ മരുമകളുടെ അമ്മ ഈ കാര്യത്തിലൊന്നും ഇടപെടാതിരിക്കണം, അതൊരു വലിയ ആവശ്യമാണ്. അതിനെനിക്ക് പറയാനുള്ളത്, ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റുന്നത് പോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളെ അവളുടേതായ വഴിക്ക് വിടണം. അതിൻ്റെ പുറകെ വള്ളി കെട്ടിക്കൊണ്ട് ചൂണ്ടയിടാൻ നടക്കരുത്, അത് വിട്ടുകളയണം. അതല്ലെങ്കിൽ നിങ്ങളുടെ മകളോടുള്ള അമിതമായ സ്നേഹം ആ കുഞ്ഞിൻ്റെ ഭാവിയെ തകർക്കുകയുള്ളൂ എന്ന് ഓർത്തുകൊള്ളുക. ആ കുഞ്ഞിനെ അവസാനം അത് അസ്വസ്ഥതയ്ക്ക് കാരണമാകും. അവിടുന്ന് വിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നാലും നിങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങൾ പറയുന്നു, 2 ഇല്ലേ ഉള്ളൂ, ഞങ്ങൾ നോക്കിക്കൊള്ളാം. പക്ഷേ ആ കുഞ്ഞിൻ്റെ ഭാവിയാണ് അതോടെ തകരുന്നത്. ഇന്ന് പല തള്ളമാരും പറയുന്നത് കേൾക്കാറുള്ളത്, ഇങ്ങോട്ട് പോരട്ടെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നേ. ഇത് ഒരിക്കലും നീതീകരിക്കാവുന്നതല്ല. കല്യാണം കഴിച്ച് വിടുന്നത് ആ വീട്ടിൽ താമസിക്കാനും ആ വീട്ടിലെ അംഗമാകാനും. നിങ്ങളുടേത് അതോടുകൂടി മാറ്റപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് വീട്ടിൽ കടന്നു വരുന്നത് പിള്ളേർ നിങ്ങളുടെ സ്വന്തമായിട്ട് സ്വീകരിക്കണം. എനിക്ക് ഇവിടുത്തെ അമ്മച്ചിയോട് പറയാനുള്ള ഇതാണ്, വന്ന മോള് നിങ്ങളുടെ മോളായിട്ട് നിങ്ങൾ 100% ഉൾക്കൊണ്ടിട്ട് അവളെ കൂടെ കൊണ്ട് നടത്തി, അവൾക്ക് ശരിക്കും പരിചയമില്ലെങ്കിൽ നിങ്ങളുടെ മകളെ പഠിപ്പിക്കുന്നത് പോലെ മോളെ അത് ചെയ്യടി ഇത് ചെയ്യടി എന്ന് പറഞ്ഞു കൊണ്ട് നടന്ന് ചെയ്യണം. അതിന് പകരം അടുക്കളയിലൊന്നും ചെയ്യാനില്ല, അമ്മ തന്നെ എല്ലാം ചെയ്യുന്നെങ്കിൽ അവൾ പോയി സിനിമ കാണും അവൾക്ക്. അപ്പോൾ അവിടെ തള്ളയുടെ ഒരു വലിയ റോൾ അവിടെയുണ്ട്. അവളെ കൂടെ കൊണ്ടുപോകണം. പള്ളിയിൽ പോകുമ്പം മരുമോളെ കൂടെ, മരുമോളെന്നുള്ള വിട്ടിട്ട് മോളെ പാടി മോളെ
രാവിലെ പള്ളിയിൽ പോകാനായിട്ട് അവളെ കൂടെ ഒരിക്കൽ അവിടെ കൊണ്ടുപോകണം. പള്ളിയിൽ നിന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് പാടി അവളെ കൂടെ അടുക്കളയിൽ കയറ്റി. അങ്ങനെ ഓരോന്നും ചെയ്തും എടുത്തും ആ സ്നേഹത്തിൻ്റെ ഭാഷ ഇവിടെ അല്പം അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ ഭാഷ നഷ്ടപ്പെടാതെ സ്നേഹം കൊടുത്ത് സ്നേഹത്തിൽ ആ കുഞ്ഞിനെ കൂട്ടിയിണക്കി നിങ്ങളുടെ മകൻ്റെ പങ്കാളിയാണെന്ന് ഓർക്കണം. ഇവളിലൊരു അസ്വസ്ഥത നിങ്ങൾ തമ്മിലുണ്ടായാൽ മകനുമായിട്ടും ഓട്ടോമാറ്റിക്കലി തള്ളയകലും, മകൻ അമ്മയിൽ നിന്ന് അകലും. അത് നിങ്ങൾക്ക് വേദനാജനകമാകും. അത് ഒത്ത് വരാതിരിക്കണമെങ്കിൽ ഇവളെ കൂടെ കൂട്ടിക്കണം. ഈ മകളും ശ്രദ്ധിക്കേണ്ടത് എൻ്റെ അമ്മയ്ക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. നാളെ കാലത്ത് ഈ മകളും അമ്മായിമ്മയാകും. അന്ന് പരിതപിച്ചിട്ട് കാര്യമില്ല. ഇന്നിപ്പം നന്നായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ആ സമയം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കും നല്ലതുണ്ടാകും. അമ്മയെ സ്നേഹിച്ച് അമ്മയുടെ സ്നേഹം കൈപ്പിടിയിൽ ഒതുക്കി അമ്മയെ സ്വന്തമായിട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ അമ്മയുടെ കണ്ണിലൂടെയാകും മകള്. അപ്പോൾ ആ ഒരു തലം മരുമക്കളും ശ്രദ്ധിക്കണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പിന്നെ ഇതിനകത്തെല്ലാം ഏറ്റവും പ്രധാനം കുടുംബ പ്രാർത്ഥന വലിയ വിഷയമാണ്. അവരെ കൂടെ കൂട്ടി ഇരുത്തിക്കൊണ്ട് സന്ധിക്ക് പ്രാർത്ഥിക്കാനും അത്യാവശ്യം വേണ്ട അഡ്വൈസ് കൊടുക്കാനും ഒക്കെ അമ്മയ്ക്ക് പറ്റണം. അപ്പോൾ ആ ഒരു തലത്തിൽ അങ്ങ് പോയാൽ മതി. അതിൽ വലിയ പ്രശ്നമായിട്ട് എടുക്കാതെ പോകണം. അത്രേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്നേഹത്തിൻ്റെ ഒരു അനുഭവം കുടുംബത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് രണ്ടുപേരും പരിശ്രമിക്കണം. അതുപോലെ തന്നെ ടോമിൻസൺ പ്രത്യേകമായി സൂചിപ്പിച്ചത് പൊതുവായിട്ട് എല്ലാ അമ്മച്ചിമാരോടുമുള്ളൊരു വാക്കാണ്. പെൺകുട്ടികളെ നമ്മൾ സ്വതന്ത്രമായിട്ട് അവരുടെ കുടുംബജീവിതം നയിക്കുവാനായിട്ട് അനുവദിക്കുക. കൂടുതൽ ബന്ധങ്ങൾ പിന്നെ ഫോസ്റ്റർ ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കണം. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ പരിഹൃതമാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കാം. അടുത്ത കത്തിലേക്ക് കിടക്കല്ലേ. അടുത്ത കത്ത് ഇരുട്ടിയിൽ നിന്നും മോളി എഴുതുന്നതാണ്. ഞാൻ വിവാഹം കഴിച്ചു ചെന്ന വീട്ടിൽ ഭയങ്കര അന്ധവിശ്വാസം. ഏത് കാര്യത്തിനും ശകുനം നോക്കിയേ ഇറങ്ങൂ. രാഹുകാലം ഒഴിവാക്കിയാണ് നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇത് വിശ്വാസത്തിന് വിരുദ്ധമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആർക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ പേരിൽ ഒത്തിരി വഴക്ക് പിടിച്ചു. ഭർത്താവ് എന്നെ ഒട്ടും സ്നേഹിക്കുന്നുമില്ല. ഞാൻ മടുത്തു. ഇതേ അവസ്ഥ ധാരാളം ക്രിസ്തീയ കുടുംബങ്ങളിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേക്കുറിച്ച് ഒന്ന് ശരിയായ അവബോധം ഷാലോം ടി വിയിലൂടെ നൽകാമോ? ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ നീങ്ങണമെന്ന് നിർദ്ദേശിക്കണമേ. തീർച്ചയായിട്ടും മോളിയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അന്ധവിശ്വാസത്തിനെതിരെ മോളി നിലകൊണ്ട ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ശകുനം നോക്കുന്നത് പാപമാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുക: ശകുനം, സ്വപ്നം, നിമിത്തം ഇവയെല്ലാം മിഥ്യയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ബൈബിള് നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്. ലേവ്യർ 19:26 ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ ചെയ്യരുത് എന്ന് തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം രാഹുകാലം വാസ്തവത്തിൽ നിഷിദ്ധമാണ് എന്ന് ഗലാത്യ 4:9 മുതൽ 11 വരെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഞാൻ തുറന്നു പറയുകയാണ്, ക്രിസ്തീയമല്ല. അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് തന്നെയാണ് അച്ഛൻ പറയുന്നത്. മോളെ തുടർന്ന് ഭർത്താവിനെ ആഴമായി സ്നേഹിക്കുക. മോളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ചില കുറവുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് ഇയാൾ ശരിയാകുകയില്ല എന്ന് വിചാരിക്കാതെ ഭർത്താവിനെ ആഴമായി സ്നേഹിക്കുക. അങ്ങനെ സ്നേഹം പിടിച്ചെടുക്കുക. അങ്ങനെ ഭർത്താവിനെ നന്മയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. സ്നേഹത്തിലൂടെ ആ മനുഷ്യനെ സ്വാധീനിക്കാൻ പറ്റും. അപ്പോൾ മോളിയുടെ സ്നേഹം ശരിക്കും കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ തെറ്റാണല്ലോ എന്ന് പറയാം. പെട്ടെന്നൊരു പ്രീച്ചിങ് പോലെ ഇത് 1-ാം പ്രമാണത്തിനെതിരാണ്, നിങ്ങളിങ്ങനെ ചെയ്തത് ശരിയായാലും എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും അവർ സമ്മതിക്കത്തില്ല. സ്നേഹത്തോടു കൂടി അയാളെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ആ കുടുംബത്തെ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ മോളിയെ ദൈവം അവിടെ അയച്ചിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം. വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാം, മോളിയും പ്രാർത്ഥിക്കണം. മോളിയുടെ റോളാണ് പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ രക്ഷിക്കുക. ഇതിനായിട്ടാണ് മോളെ ദൈവം വിളിക്കുന്നത് എന്നാണ് എൻ്റെ ഒരഭിപ്രായം. ടോമിച്ചൻ എന്ത് പറയുന്നത് ഇതിനെപ്പറ്റി?
തീർച്ചയായിട്ടും മോളിയുടെ ആ നിലപാട് നല്ലതാണ്, ക്രൈസ്തവമാണ്. ഇതിനകത്ത് സാവകാശമാണെങ്കിൽ പോലും അവരെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടത്, ഇന്ന് മോളി പറഞ്ഞിരിക്കുന്ന ആ ഒരു ലെറ്റർ അനേകർക്ക് നമ്മളുടെ ആ ഒരു മറുപടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി പേരിന്ന് നമ്മളിൽ ഭക്തി വളർന്നിട്ടുണ്ട്, പക്ഷേ അന്ധവിശ്വാസവും അതുപോലെ തന്നെ വളർന്നിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ്. രാഹുകാലത്തിന് കല്യാണം കഴിച്ചിട്ട് 1-2 മണിക്കൂർ പള്ളിമുറ്റത്ത് കറങ്ങിയേച്ചും രാഹുകാലം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കയറാൻ ആഗ്രഹിച്ച് പള്ളിമുറ്റത്തിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. കഷ്ടം എന്നല്ലാതെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ബലിയർപ്പിച്ച് അവിടെ തൊട്ട് കൈ തൊട്ട് സത്യം ചെയ്ത് മരണം വരെ നിനക്ക് ഞാൻ വിശ്വസ്തനായി പൊക്കോളാമെന്നെല്ലാം പറഞ്ഞും രാഹുകാലമാണെന്നും പറഞ്ഞ് വീട്ടിൽ പോകാതെ കുത്തിയിരിക്കുന്നത് എത്രയോ ഹീനവും നിന്ദ്യവുമാണ്. ഇത് അജ്ഞതയാണ്. ക്രൈസ്തവ ജീവിതത്തോടും ദൈവത്തോടുമുള്ള അജ്ഞതയാണ്. ദൈവത്തെ അറിയാഞ്ഞിട്ടാണ്. ഈശോ പറഞ്ഞ തൻ്റെ സൃഷ്ടി എല്ലാം നന്നായിരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. രാഹുകാലം മോശമാണെന്ന് പറഞ്ഞില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലതാണ്. കാരണം സൃഷ്ടാവ് ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ മേലല്ല ഒരു രാഹുകാലവും ഒരു ശകുനവും. എല്ലാത്തിലും ഉപരിയാണ് ദൈവം. ദൈവം നിയന്ത്രിക്കുന്നത്. ആ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ ദൈവം സകലത്തിൻ്റെയും അധിപനാണ്. സർവാധിപനാം കർത്താവെ എന്നൊക്കെ നമ്മൾ കുർബാനയിൽ പാടും. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് ശകുനം നോക്കി പോയി കഴിഞ്ഞാൽ എന്തോ ഒരു കഷ്ടമാണ്. സകലത്തിൻ്റെ ഉടയവനായ ദൈവത്തിന് ഈ എന്തെല്ലാം രാഹുകാലോ ഗുളികാലോ മറ്റുള്ളതൊക്കെ ആണെങ്കിൽ പോലും ഇതിനെല്ലാം നന്മയ്ക്കാക്കി തീർക്കാൻ പറ്റുന്നവനല്ലേ നമ്മുടെ തമ്പുരാൻ. ആ തമ്പുരാനിലുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറയട്ടെ. 77-ൽ ഞാനിപ്പോൾ താമസിക്കുന്ന പെര പണിയുന്നത് 77-ൽ എൻ്റെ അപ്പനുള്ള കാലത്താണ്. എൻ്റെ ഒരു കസിൻ വന്നിട്ട് പിറ്റേ ദിവസം കല്ലിടയിലാണ്. അതിനിപ്പോൾ കസിൻ വന്ന് എപ്പോഴായിരുന്നു ചോദിച്ചപ്പം പറഞ്ഞു ഞങ്ങളുടെ അവിടെയിലെ അച്ഛൻ ഉച്ച കഴിഞ്ഞ് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അച്ഛൻ്റെ സമയമെന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറ്റത്തില്ല, സമയം കുറിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ആരോടും അച്ഛൻ ഈ കാര്യത്തിലുള്ള കർശനക്കാരനുമായിരുന്നു. ഒരു രാഹുകാലവും ഇല്ല, നോക്കാൻ പറ്റത്തില്ല എന്നുള്ള. പക്ഷേ പുള്ളിക്കാരൻ ഞാനന്ന് എന്നെയും വിളിച്ചുകൊണ്ടൊരു കണിയാൻ്റെ അടുത്ത് പോയി. പുള്ളി കണിയാൻ്റെ അടുത്ത് പോയിട്ട് എന്നോടും പറഞ്ഞില്ല കണിയാൻ്റെ അടുത്ത് പോകുക എന്ന്. കണിയാൻ്റെ അടുത്ത് എന്നിട്ട് അണിയാനോട് പറഞ്ഞു, അണിയാരെ ഇത് എൻ്റെ കസിൻ ഐറ്റപ്പൻ്റെ മോനാ, അതുകൊണ്ട് അവൻ നല്ലൊരു പെര വെക്കാൻ പോവുക, ഒരു നല്ല സമയം കുറിച്ച് തരണം. അപ്പം പറഞ്ഞ ഉടനെ പറഞ്ഞു, അയ്യോ അച്ചായ നാളെ സമയം അങ്ങനെയൊന്നും പറഞ്ഞാൽ ഇവരുടെ അടുത്ത് നടക്കത്തില്ല, നാളെ ഉള്ള സമയം പറഞ്ഞേക്കാൻ പറഞ്ഞു. അവസാനം ഇയാൾ നോക്കിയിട്ട് ഒരു അരമണിക്കൂർ സമയം വേണമെങ്കിൽ ചെയ്യാം എന്നും പറഞ്ഞൊരു സമയം പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഉടനെ രാഹുകാലമാണ്, അതുകൊണ്ട് ആ കറക്റ്റ് സമയത്തിന് തന്നെ കാര്യം നടത്തിക്കണം, അല്ലെങ്കിൽ പിന്നെ ചെയ്യരുതെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു. എനിക്ക് വീട്ടിൽ വന്നത് പറയാൻ പറ്റത്തില്ല. അത് കാരണം ഞാൻ ചേട്ടനെയും പ്രീതിപ്പെടുത്തണം, വീട്ടുകാരെയും പ്രീതിപ്പെടുത്തണം, ആ വിധത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നതാണ്. പക്ഷേ ഞങ്ങളുടെ വിചാരിച്ചം വന്നു. അപ്പം കുറേ കാരണന്മാരെല്ലാം വന്നിട്ടുണ്ടല്ലോ, എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞ സമയം അങ്ങ് പോയി. അവസാനം രാഹുകാലത്തിൻ്റെ നടുമുറിക്കാം കല്ലിടിയിൽ. പക്ഷേ ഒരു കുഴപ്പവുമില്ലാതെ ഭംഗിയായിട്ട് അതിൻ്റെ പെരപണി തീർന്നു. സാമ്പത്തിക ശേഷിയുള്ള ഉന്നതന്മാരൊക്കെ ആ സമയത്ത് വേറെ കല്ലിട്ടവരുടെയൊക്കെ തീരുന്നതിന് മുമ്പേ ഞങ്ങളുടെ പെരപണിയും തീർന്നു. ഇന്നും ഞങ്ങൾ അതിനകത്ത് സുഖമായിട്ട് വസിക്കുന്നു. അപ്പം അതിനകത്ത് അർത്ഥമില്ല എന്ന് അടിവരയിട്ടൊന്നുകൂടെ ഞാൻ പറയാൻ, അത് ഈ പറഞ്ഞിരിക്കുന്ന സഹോദരിയോട് മാത്രമല്ല, ഈ TV കാണുന്ന പ്രേക്ഷകരോട് മുഴുവൻ നൽകുന്ന ഒരു ആഹ്വാനം കൂടായിട്ട് ഞാൻ പറയുക. എൻ്റെ ജീവിതാനുഭവം അതാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൽ വിശ്വസിക്കുക. അവൻ നമുക്ക് മതിയായ സമയവും കാലവും രാഹുകാലവും കണിനോട്ടവും കണി കാണലും ഒന്നും അല്ല നമ്മുടെ വിഷയം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിനകത്ത് ആ വിധത്തിൽ നമുക്കത് ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക, ആ ഒരു തരത്തിലേക്ക് വരണം. ഞങ്ങളും പ്രാർത്ഥിക്കാം. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം പരീക്ഷിക്കപ്പെടും. ഇങ്ങനെയുള്ള തിന്മകൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്ന ചിന്തയാണ് ടോമിച്ചൻ സൂചിപ്പിച്ചത്. നിമ്മി എന്ത് പറയുന്നു? സത്യദൈവമായ ദൈവത്തിനു യോഗ്യമായ ആരാധനയ്ക്ക് എതിരാണ് അന്ധവിശ്വാസം. അപ്പം അന്ധവിശ്വാസം തെറ്റാണ്. ഇപ്പം നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കുക, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1-ാം പ്രമാണത്തിന് എതിരാണ് അന്ധവിശ്വാസം. അന്നൊന്നും ഇപ്പം ഇങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അന്ധവിശ്വാസം തെറ്റാണ് എന്ന് പറഞ്ഞ ആ സഹോദരിയെ അഭിനന്ദിക്കുന്നു. അപ്പം ആ സഹോദരനെയും കുടുംബാംഗങ്ങളെയെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച്
തിരുരക്തം കൊണ്ട് കഴുകി വിശദീകരിച്ചു സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പം എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കും. നല്ലൊരു ക്രൈസ്തവ ജീവിതം അവർക്ക് നയിക്കുവാൻ സാധിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ അഭിപ്രായത്തിൽ പ്രാർത്ഥനയിലൂടെ, സ്നേഹത്തിലൂടെ, അതോ ഞാൻ പറഞ്ഞതുപോലെ സ്നേഹത്തിലൂടെ അദ്ദേഹത്തെ നേടിയെടുക്കുകയും ആ നന്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് മോളി പ്രത്യേകമായിട്ടും പരിശ്രമിക്കണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈ കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നു തമ്പുരാനെ, ഞങ്ങളിന്ന് അങ്ങയുടെ മുമ്പാകെ സമർപ്പിച്ച 2 കുടുംബങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നവനായ അങ്ങ് ഈ നിമിഷം ആ കുടുംബത്തിൽ അങ്ങ് കടന്നു ചെല്ലണമേ. എല്ലാ അസ്വസ്ഥതകളും വിഷമങ്ങളും അവിടെ നിന്ന് മാറ്റിക്കളയണമേ. പൂർണ്ണമായിട്ടും അങ്ങയുടെ കൃപയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരണമേ. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ നിമിഷം അങ്ങയുടെ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അങ്ങ് നിറവേറ്റി കൊടുത്തവരെ ശക്തിപ്പെടുത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com.